ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ. നേരം വൈകിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കേട്ടോ. കാരണം ഇന്ന് മദർസ ഇല്ലല്ലോ എന്ന് പറയാൻ കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. മദർസ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കിടക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ സ്കൂളുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു 7 മണിക്കൊക്കെ കേട്ടോ എണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വിചാരിച്ചിട്ട് ആദ്യം തന്നെ പയർ വെള്ളത്തിലിടുകയാണ് കേട്ടോ. ഉണക്കപ്പയറാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കട്ടൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ശർക്കര തീർന്നിക്കുമായിരുന്നു. ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര ചായ കേട്ടോ വെക്കല്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. അങ്ങനെ പുറത്ത് വന്ന് നോക്കുമ്പോൾ മഴയൊക്കെ തോർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീച്ച് വരുമ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്തതിൻ്റെ ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദോശക്കുള്ള ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള ദോശ ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ ദേശീയ ഭക്ഷണമാണ് കേട്ടോ. കാരണം എന്ത് കറിക്കും മാച്ചായി പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ദോശ. കാരണം നമ്മുടെ പയറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടാകുന്നില്ല, കാരണം സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ. വീട്ടിൽ നിന്ന് കഴിക്കാൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ചാറ് പോലെ ഉണ്ടാക്കും കേട്ടോ. കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനെ കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് തൂമിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുളകും ഉള്ളിയൊക്കെ അങ്ങനെ ചതച്ച് കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടാണ് കേട്ടോ തൂമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വറവിടുക എന്നൊക്കെ പറയല്ലോ, ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പത്തിനും അങ്ങനെ സൈഡിൽ കൂടെ ദോശ ഇങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി 7:30 സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഓരോരുത്തർ എണിച്ച് വരുന്നുണ്ട് കേട്ടോ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചെറിയ ആൾ എണിച്ച് വന്ന കുറച്ച് സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് പല്ലേക്കാൻ പോകുള്ളൂ കേട്ടോ. അവനെ സ്നേഹിക്കണതിൻ്റെ ഇടയിൽ ഉള്ളി കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പയറൊക്കെ അതാ വെന്തത് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ എണിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ കുറച്ച് നേരം കെട്ടിപ്പിടിക്കലും കൊഞ്ചിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് പല്ലേക്കാൻ പോകുള്ളൂ കേട്ടോ. അത് ആള് അങ്ങനെയാണ്. അത് ചെറുപ്പം തൊട്ടേ മൂപ്പര് അങ്ങനെ തന്നെ. പിന്നെ സ്കൂളിൽ പോകണോണ്ട് പ്രത്യേകിച്ചും മൂപ്പര് കൊഞ്ചലിനൊക്കെ നിന്ന് കൊടുക്കേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മൂഡ് ശരിയാവില്ല. പിന്നെ കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും അന്നത്തെ ദിവസം ഉണ്ടാവുക. അപ്പോൾ അത് വേണ്ട വിചാരിച്ച് കുറച്ച് നേരം അവൻ്റെ ഒരു ഇഷ്ടത്തിനൊക്കെ നിന്ന് കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ പല്ലേക്കാൻ പറഞ്ഞേക്കുക. എണീച്ചപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ തിരക്ക് കൂട്ടിയിട്ടൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്കും മൂഡ് ശരിയാവില്ല. പിന്നെ സ്കൂളിൽ പോകാൻ മടിയായിരിക്കും. പിന്നെ കരച്ചിലും, പിന്നെ ഓരോ കാരണത്തിന് കരഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ. അപ്പോൾ ഇതിന് ഇതാ ഓരോരുത്തരെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാ സ്കൂളിലേക്കുള്ള ലഞ്ച് കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലവർക്ക് ദോശ മതി എന്ന് പറഞ്ഞാൽ ചിലവർ ഉപ്പേരി മാത്രം മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ഇഷ്ടത്തിന് ഓരോന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റെഡി ആവലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് വണ്ടി കാത്ത് നിൽക്കണം. ഇപ്പോൾ മഴ ഇങ്ങനെ ചാറിയോണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ പിന്നെ ഫുള്ളായിട്ട് മഴ ദിവസം തന്നെയായിരുന്നു കേട്ടോ. രാവിലെ തൊട്ടേ തുടങ്ങിയ മഴ വൈകിട്ട് വരണ്ടായിരുന്നു. അപ്പോൾ വണ്ടി വരുന്ന ടൈമായപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് കടന്ന് നിൽക്കുകയാണ് കേട്ടോ. വണ്ടി വരുന്ന നേരത്താണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് കടന്ന് നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ മഴ നനഞ്ഞ് പിന്നെ കുടയും ഒക്കെ ആയിട്ട് അപ്പുറത്തേക്ക് കിടക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് വണ്ടി വരുന്ന നേരത്ത് നോക്കിയിട്ടാണ് അങ്ങോട്ട് കടന്നത് കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയതിൻ്റെ ശേഷം ഞാൻ എനിക്കുള്ള ചായ ഉണ്ടാക്കുകയാണ്. എനിക്കുള്ള ചായ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനത്തിൽ ഇരുന്ന് കുടിക്കണം. ചായ എനിക്ക് സമാധാനത്തിൽ കുടിക്കണം കേട്ടോ. അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കുടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചായ കുടിച്ചു എന്ന് തന്നെ തോന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് എൻ്റെ ഇഷ്ടത്തിനൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയതിൻ്റെ ശേഷം സമാധാനത്തിൽ ഇരുന്നിട്ടാണ് ചായ. അത് ഈ ചായ പേഴ്സൺ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞത് റിലേറ്റബിൾ ആയിരിക്കും മിക്കവാറും. പിന്നെ കുറച്ച് നേരം ഫോണിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കിയാണ് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അതിൻ്റെ ശേഷമാണ് പിന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു. വെച്ചാൽ രാവിലെ നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഫോണും ഇരിക്കാറില്ല കേട്ടോ. കാരണം എണീച്ച ടൈമിൽ തന്നെ ഫോണും ഇരുന്നു പിന്നെ സമയം പോണത് തന്നെ അറിയില്ല. അപ്പോൾ ഇവരൊക്കെ സ്കൂളിലെ ദിവസമാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 10 മണി സമയത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് നോക്കലാണ് കേട്ടോ. അപ്പോഴാണ് പിന്നെ മെസ്സേജിനൊക്കെ റീപ്ലൈ കൊടുക്കാൻ നേരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ പെട്ടെന്ന് നമുക്ക് എത്ര ചെയ്താലും പണികൾ കഴിയാത്ത പോലെ ഇരിക്കും സ്കൂളിലെ ദിവസമൊക്കെ ഫോണും ഇരുന്ന് കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ കിച്ചണിൽ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം കഴുകാനായിട്ട്. അതൊക്കെ കഴുകി അടുക്കളൊക്കെ ഒന്ന് അടിച്ചൊരു ഇട്ടിട്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ പുറത്ത്. എനിക്കാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോയ ദിവസം ഇതുപോലെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിനൊരു സമാധാനക്കേടാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല, എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇടങ്ങാറ്. കുട്ടികളൊക്കെ വീട്ടിലുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ഒരു സ്കൂളിൽ പോയി അല്ലെങ്കിൽ വേറെ എവിടേക്കൽ പോയ ദിവസത്തെ ഇതുപോലെ മഴ എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അവർ വരക്കും സമാധാനം ഉണ്ടാവില്ല. എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അതിന് അടിച്ചു വരാൻ വേണ്ടി വന്നപ്പോഴാണ് റൂമിൽ കുറേ ഡ്രസ്സുകൾ മടക്കി വെക്കാൻ കണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ അതങ്ങനെ എടുക്കുമ്പോൾ എന്തോ ഒരു സമാധാനമൊക്കെ. പിന്നെ വലിയ തിരക്കില്ലാത്ത പണികളാണല്ലോ. കാരണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എപ്പോഴും പണികളുണ്ടാവും. ഇപ്പോൾ ഒരു സ്കൂൾ പോയ കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്താൽ മതിയല്ലോ, തിരക്കൊന്നുമില്ല. പിന്നെ കേക്കിൻ്റെ ഓർഡേഴ്സൊന്നും ഇല്ല, അതാണ് മെയിനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ വേഗം ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ച് റൂമൊക്കെ ഉണ്ട് ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ. അപ്പോൾ എന്നെ കാണുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ. ഇതുണ്ടല്ലോ എൻ്റെ ഉമ്മ തയ്ച്ചെന്ന ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇതിൻ്റെ കുട്ടികളെ യൂണിഫോം ഉണ്ടായിരുന്നു 2-3 കൊല്ലത്തെ. അപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ കത്തിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ഉമ്മാനോട് ചുമ്മാ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ട് കൊടുത്തയച്ചാണ് കേട്ടോ. ഉമ്മ അത് അടിപൊളിയായിട്ട് ബെഡ്ഷീറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മോളുടെ ടോപ്പിൻ്റെ മോൻ്റെ ഷർട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടിയിട്ട് അടിപൊളിയായിട്ട് നല്ലൊരു ബെഡ്ഷീറ്റും തലയണ കവറൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കഴിവാണില്ല ഗെയ്സ്.
സത്യമായിട്ടും ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. കാരണം വേണമെന്ന് വിചാരിച്ച് പാടിയതല്ല. നമ്മളിപ്പോൾ ഈ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെറുതെ ഇങ്ങനെ ഒറ്റക്കാണല്ലോ, അപ്പോൾ ഇങ്ങനെ പാട്ട് പാടി നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കേൾക്കാത്ത ഇങ്ങനെ എന്താ പറയുക, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചെറിയ ചെറിയ സൗണ്ടായിട്ട് കേൾക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും കട്ട് ചെയ്ത് കളയണ്ട, അങ്ങനെ കിടന്നോട്ടെ ചേച്ചി. അപ്പോൾ പാട്ടിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ കേസ്. അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ സൈഡിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് മെയിനായിട്ട് എന്താ പറയുക, ചോറും കൂട്ടാനൊന്നും വെക്കാനില്ല. കാരണം ഇന്നലത്തെ മീൻകറി ഇരിക്കുന്നുണ്ട്. പിന്നെ പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വൈകിട്ടേ വരും. അപ്പോൾ ഞാൻ ഒറ്റക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനില്ല. പിന്നെ കുട്ടികളൊക്കെ വൈകിട്ടാണല്ലോ വരിക. അപ്പോൾ പിന്നെ എന്തെങ്കിലും വെക്കാലോ എന്ന് വിചാരിച്ചിട്ടുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ചോറ് ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിക്കാൻ വേണ്ടല്ലോ. അപ്പോൾ ചോറ് എന്തായാലും കഴിക്കണ്ട എന്നുള്ളൊരു ഇതിലാണ് ഞാൻ. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ട്, പിന്നെ രാവിലെ ഉണ്ടാക്കിയ പയറുപ്പേരി ഉണ്ട്, അപ്പോൾ രാവിലത്തെ ദോശ ഉണ്ട്. അപ്പോൾ അത് കഴിക്കുക എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന കോവയ്ക്കാണ് കേട്ടോ. അത് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വെക്കുന്നില്ല വിചാരിച്ചിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. കാരണം ഉച്ചക്ക് എന്തായാലും ആരൊന്നും ഫുഡ് കഴിക്കണ്ടാവില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ അങ്ങനെ ആരും ഉച്ചക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ രാവിലത്തെ തട്ടിക്കൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ട് അവസാനിപ്പിക്കാണ്ട് ചെയ്യാറ്. എല്ലാവരും ഉണ്ടെങ്കിലാണ് എനിക്ക് ഫുഡ് വെക്കാൻ ഇതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുളിക്കാൻ വേണ്ടി എണ്ണ വെച്ച് നിൽക്കുമ്പോഴാണ് ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റംബൂട്ടാൻ ഉണ്ട്, അപ്പോൾ അത് കൊടുന്നേരാന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി അവർക്ക് വേറെ എടുക്കുക പോകാണ്ടായിരുന്നു. അപ്പോൾ മൂത്തമ്മയും അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാൻ, നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നേരം വഴുകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ഒരു പറന്നിട്ടിട്ട് വേഗം പോയി മേടിച്ചു കൊടുത്തിട്ട് എന്നിട്ടും പിന്നെ നേരെ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണോ ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ ചോറ് ഇട്ടിട്ട് വേഗം ഒന്ന് തിളപ്പിച്ചു. ഇപ്പം എന്താ ദോശ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച ആളാണ് കേട്ടോ ഞാൻ. എന്താണെന്നറിയില്ല, എനിക്ക് പിന്നെ പുറത്ത് പോയി വന്ന കാരണമാണോ ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല, കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പിട്ട്. അല്ലെങ്കിൽ മഴക്കാലത്ത് വിശപ്പ് കൂടുതലാന്ന് പറയുന്നത് സത്യം തന്നെയാണ് കേട്ടോ. കൂടുതൽ മീൻകറിയോടെ ഇരിക്കണ കാരണം തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ ചോറുണ്ടായിരുന്നല്ലോ, അപ്പം പിന്നെ ഇങ്ങനെ മീൻകറിയും ചോറും കഴിക്കാന്നുള്ള അങ്ങനെ ഒരു ത്വര വന്നത് കേട്ടോ. പിന്നെ ഈ മീൻകറിയും എന്താ പറയുക, മീനും മുട്ടയും ഒരുമിച്ച് കഴിക്കരുതെന്ന് പറയലുണ്ട്. പക്ഷേ വിശപ്പ് വന്നാൽ പിന്നെ നമ്മളതൊന്നും നോക്കില്ല. അങ്ങനെ പിന്നെ വീട്ടിലുണ്ടാക്കിയ മാങ്ങച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതും മുട്ട പൊരിച്ചതും ചോറൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചുട്ടാ. പിന്നെ അത് ആ കുട്ടികൾ വന്നതിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അവർ വന്ന് പിന്നെ അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ദോശ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അതൊന്നും വേണ്ട. അല്ലെങ്കിൽ രാവിലത്തെ ചായയുടെ അടി എന്താണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ സ്കൂളിൽ വന്നാൽ കഴിക്കൽ. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ ബ്രെഡ് ഇരിക്കുന്ന കണ്ടപ്പോൾ പിന്നെ അവർക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിന്ന് അത് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് ബ്രെഡ് ഇങ്ങനെ മുട്ടയും പഞ്ചസാരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കുമല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ കലക്കിയിട്ട് പൊരിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ആയോണ്ടിരിക്കുന്നതിൻ്റെ സന്തോഷമാണ്. ഇപ്പോൾ ആ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടമുള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഡാൻസ് കൂടുമല്ലോ, അത് ആവണ വരെ. പിന്നെ അവരിങ്ങനെ സ്കൂളിലുണ്ടാകുന്ന ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നിന്നിട്ട്. അന്ന് കഴിഞ്ഞാൽ പിന്നെ സ്കൂളത്തെ കഥകൾ ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് തീരില്ല ക്ലാസ്സിലത്തെ. പിന്നെ പുതിയ സ്കൂളിലാണല്ലോ, 1ാം ക്ലാസ് ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ അവിടുത്തെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ആയപ്പോൾ പിന്നെ വേഗം പാത്രത്തിലിട്ടിട്ട് അവർക്ക് ചായ കൊടുത്തു. പിന്നെ വീഡിയോ എടുക്കുന്നത് പിന്നെ രാത്രിയാണ് കേട്ടോ. രാത്രി നമ്മൾ എന്താ പറയുക, റംബൂട്ടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞങ്ങളൊക്കെ കൂടിയിട്ട് നിന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കറണ്ട് പോയപ്പോൾ പിന്നെ ഞാൻ ഫുഡിനായിട്ട് പിന്നെ ഒന്ന് ഉണ്ടാക്കിയത് കൊള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ മീൻകറിയും കൊള്ളിയും കൂട്ടി കഴിക്കാൻ വിചാരിച്ചിട്ട് കൊള്ളി ഉണ്ടാക്കി. പിന്നെ അതും മീൻകറിയും കൂടിയിട്ടാണ് കേട്ടോ രാത്രിത്തെ ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പം ഇനി പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോ